ഡിയർ ഫ്രണ്ട്സ്, ഹാപ്പി വെൽക്കം. നമുക്കിന്ന് ക്യാനിൻ്റെ കുറച്ച് ഉപയോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. CAN, ക്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 3 ഉപയോഗങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള 3 ഉപയോഗങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് കിടന്നാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള എബിലിറ്റി പറയാൻ വേണ്ടിയാണ്. ഒരു ഉപയോഗം ജനറൽ എബിലിറ്റി, നമുക്ക് പൊതുവെ ആയിട്ടുള്ള ചില കഴിവുകളെ കുറിച്ച് പറയാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ വെർബായിട്ടാണ് പറയുന്നത് അല്ലേ? ഡു ഫാമിലി. ഓക്കെ, പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? ഡു ചെയ്യുക എന്നുള്ള ആ ഒരു ഫാമിലിയിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് മാത്രം ഇത്. പ്ലേ, സെൽ, ലേൺ, ഗോ, സിംഗ്, സ്വിം, എക്സെട്ര. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ക്യാൻ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്, അത് കൂടുതൽ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റ്? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്, രാജു ആൻഡ് ഹേമ, ചിൽഡ്രൻ. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? പ്ലസ് ക്യാൻ പ്ലസ് ഈ വെർബ് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ സെൻറ്റൻസ് ആയി. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് നോക്കാം നമുക്ക്. ഒരു സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ ഡു ഇറ്റ് മീനിങ് എന്താണ്? എനിക്കിത് ചെയ്യാൻ സാധിക്കും, എനിക്കിത് ചെയ്യാൻ കഴിയും. ക്ലിയർ? എനിക്കത് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ്. ഐ ക്യാൻ പ്ലേ ക്രിക്കറ്റ്, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ കഴിയും. ഓർ യു ക്യാൻ സേ ഐ ക്യാൻ പ്ലേ ദ വയലിൻ. അപ്പോൾ നമ്മുടെ അവിടെ ഒരു വയലിൻ കാണുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് പറഞ്ഞത് ആ വയലിൻ വായിക്കാൻ എനിക്ക് കഴിയും. ഐ ക്യാൻ പ്ലേ ദ വയലിൻ. ഓർ ഐ ക്യാൻ പ്ലേ ഗിറ്റാർ. ക്ലിയർ? ദെൻ നമ്മൾ ഐ ക്യാൻ പ്ലേ ഗിറ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയത്താണ്, എപ്പോഴാണ്, ഏത് അവസരത്തിലാണ്, അങ്ങനെ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ജനറൽ ആയിട്ടാണ് പറയുന്നത്, എനിക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് വായിക്കാൻ കഴിയും എന്നാണ് നമ്മൾ സാധാരണ പറയുക. അവിടെ പ്ലേ എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐ ക്യാൻ പ്ലേ ഗിറ്റാർ, ഐ ക്യാൻ പ്ലേ വയലിൻ. ക്ലിയർ? അടുത്തത്, ഐ എന്നുള്ള സബ്ജക്റ്റ് മാറ്റി നിങ്ങൾ യു ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെർബ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. വി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ദേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഞാനിതെല്ലാം പറയണ്ടല്ലോ, നിങ്ങൾ അതുപോലെ സ്വയം പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? എനിക്ക് ചെയ്യാൻ കഴിയും, അവന് ചെയ്യാൻ കഴിയും, നമ്മൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ ചിൽഡ്രൻ ക്യാൻ പ്ലേ ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, ദെൻ യു ക്യാൻ ക്ലീൻ ദ റൂം. നിനക്ക് റൂം വൃത്തിയാക്കാൻ കഴിയും. മനസ്സിലാവുന്നു? നമ്മൾ കഴിയും, ഇനി കഴിയില്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ക്യാനിന് ശേഷം നോട്ട് ചേർത്താൽ മതി. ക്യാൻ, കനോട്ട് ഓർ കാൺട്ട്, കാൺട്ട്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാലോ. ഷീ കാൺട്ട് പ്ലേ വെൽ. അവൾക്ക് നന്നായിട്ട് കളിക്കാൻ കഴിയില്ല. ഓക്കെ, കാൺട്ട്. ഓക്കെ, ആൻഡ് ഹീ കാൺട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ഹീ കാൺട്ട് സ്പീക്ക് മലയാളം. കാൺട്ട്. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഷീ ക്യാൻ സ്വിം. അവൾക്ക് നീന്താൻ കഴിയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഏത് സ്ഥലത്താണ്, അല്ലെങ്കിൽ ഏത് റിവറിലാണ്, ഏത് സ്വിമ്മിംഗ് പൂളിലാണ്, എവിടെയാണ്, എപ്പോഴാണ് ഒന്നും പറയുന്നില്ല. മൺഡേ ആണോ ട്യൂസ്ഡേ ആണോ അവൾ നീന്തുന്നത്, അങ്ങനെയൊന്നുമല്ല, ജനറൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഷീ ക്യാൻ സ്വിം. അവൾക്ക് നീന്താൻ കഴിയും, അവൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഷീ ക്യാൻ സ്വിം. ക്ലിയർ? യു നോ, ബട്ട് ഷീ കാൺ ഫ്ലൈ. അവൾക്ക് പറക്കാൻ കഴിയില്ല. ഷീ കാൺട്ട്. ഓക്കെ, കനോട്ട് എന്നുള്ളതിൻ്റെ കൺട്രാക്ഷൻ ആണ് എന്ത്? കാൺട്ട്. ഷീ കാൺട്ട് ഫ്ലൈ. അപ്പോൾ 1-2 സെൻറ്റൻസുകൾ ഒന്നിച്ച് നിങ്ങൾ അതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നോക്കൂ, ബേർഡ്സ് ക്യാൻ ഫ്ലൈ ബട്ട് വി കാൺ ഫ്ലൈ. ബേർഡ്സ് ക്യാൻ ഫ്ലൈ. പക്ഷികൾക്ക് പറക്കാൻ കഴിയും, എന്നാൽ ഞങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. നമ്മൾ പറയണം വി കാൺ ഫ്ലൈ. ദേ കാൺ സ്പീക്ക് മലയാളം. അവർക്ക് മലയാളം സംസാരിക്കാൻ കഴിയില്ല. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ദെൻ ഇവിടെ ഏത് സബ്ജക്റ്റ്, പ്ലൂറൽ ആയിക്കോട്ടെ സിംഗുലർ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് വന്നാലും ക്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ അടുത്ത യൂസേജിലേക്ക് കിടക്കാം. പെർമിഷൻ.
ഒരു പെർമിഷൻ നമ്മൾ അതിൻ്റെ അനുവാദം ചോദിക്കുന്നതിന് നമുക്ക് ക്യാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാൻ യു ക്ലോസ് ദ ഡോർ? ക്യാൻ യു ക്ലോസ് ദ ഡോർ? നിനക്ക് ഡോറൊന്ന് അടയ്ക്കാമോ? നീ ആ ഡോറൊന്ന് അടയ്ക്കുമോ? ഓക്കെ, അപ്പോൾ കഴിയുമോ, സാധിക്കുമോ ഒക്കെയുള്ള അർത്ഥം തന്നെയാണ്. ക്യാൻ യു ക്ലോസ് ദ ഡോർ? ഇറ്റ്സ് ടു കോൾഡ്. നല്ല തണുപ്പുണ്ട്, ആ ഡോറൊന്ന് അടയ്ക്കൂ. ഓക്കെ, ഇറ്റ്സ് ടു കോൾഡ്. ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ കൺട്രാക്ഷൻ. ഇറ്റ്സ് ടു കോൾഡ്. ക്ലിയർ അല്ലേ? ഇനി ക്യാൻ യു ലീവ് ദ ഡോർ ഓപ്പൺ? ക്യാൻ യു ലീവ് ദ ഡോർ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് ആ ഡോറൊന്ന് തുറന്നിടാമോ എന്നാണ്. നമ്മൾ ഡോറൊന്ന് തുറന്നിടാമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? യാ ഓഫ് കോഴ്സ് ഐ ക്യാൻ. എനിക്ക് കഴിയില്ല എന്നാണെങ്കിലോ ഐ കാൺട്ട്. സോറി, ഐ കാൺട്ട്. ദെൻ നെക്സ്റ്റ്, ക്യാൻ യു കം വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ? ക്യാൻ വി ഗോ ടു ദ പാർട്ടി ടുനൈറ്റ്? നമുക്കിന്ന് പാർട്ടിക്ക് പോകാൻ സാധിക്കുമോ? ഇന്ന് രാത്രി, ടുനൈറ്റ്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, ക്യാൻ ഐ ബോറോ യുവർ കാർ ടുമോറോ? ക്യാൻ ഐ ബോറോ യുവർ കാർ ടുമോറോ? നാളെ നിന്റെ കാർ എനിക്കൊന്ന് കടം തരാമോ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ക്യാൻ ഐ ബോറോ, കടം തരാമോ. ഇനി ക്യാൻ യു ലെൻ മീ സം മണി എന്നാണെങ്കിലോ, ഇത് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മളത് പറയുന്നുണ്ട്, ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാൻ യു ലെൻ മീ സം മണി? നീ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ എന്നാണ്. കടം തരുമോ, കടം കൊടുക്കുക, കടം വാങ്ങുക. ഓക്കെ, അതുപോലെ ലെൻഡും ബോറോയും തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം. ഓക്കെ, ദെൻ ക്യാൻ ഐ ഗോ ഫോർ ലഞ്ച് പീറ്റർ? പീറ്റർ, ഞാൻ ലഞ്ചിന് പോയിക്കോട്ടെ എന്നുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. ക്യാൻ ഐ ഗോ ഫോർ ലഞ്ച് പീറ്റർ? ദെൻ യെസ് യു ക്യാൻ ടോം. ടോം, നീ പോയിക്കോളൂ. ഓക്കെ, യെസ് യു ക്യാൻ. ക്ലിയർ? അപ്പോൾ അതാണ് പെർമിഷൻ ചോദിക്കേണ്ടതിന് എക്സാമ്പിൾ. ഇനി മൂന്നാമത്തെ യൂസ് എന്താണ്? പോസിബിലിറ്റി, ഒരു സാധ്യത പറയാനാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാൻ ബി ഉപയോഗിച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. അപ്പോൾ ക്യാൻ ബി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബുദ്ധിമുട്ടായേക്കാം, ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പോൾ ആ ഒരു സാധ്യതയാണ് നമ്മൾ പറയുന്നത്. നോട്ട് ഷുവർ, വി ആർ നോട്ട് ഷുവർ, നമുക്ക് ഉറപ്പില്ല. മനസ്സിലായോ? അപ്പോൾ ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ക്യാൻ ബി ഡിഫിക്കൽട്ട്. ഓക്കെ, കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ സെൻറ്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ദ മൂവി ക്യാൻ ബി ക്വയറ്റ് ബോറിംഗ്. ആ മൂവി ബോറിംഗ് ആയേക്കാം. ഓക്കെ, ദ മൂവി എന്തിനാണ് ദ യൂസ് ചെയ്തത്? നമ്മളിപ്പം മോഹൻലാലിൻ്റെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ മൂവി നമുക്കറിയാം അത് ഏത് മൂവിയാണെന്ന്, ആ പെർട്ടിക്കുലർ മൂവി. അതുകൊണ്ടാണ് ദ പറഞ്ഞത്. മനസ്സിലായോ? ദ മൂവി ക്യാൻ ബി ക്വയറ്റ് ബോറിംഗ്, അത് തികച്ചും ബോറിംഗ് ആയേക്കാം. ക്ലിയർ? നെക്സ്റ്റ്, ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ഈസിലി. ദിസ് പ്രോബ്ലം, ഈ പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ്, പരിഹരിക്കപ്പെടാം. അപ്പോൾ ക്യാൻ ബി സോൾവ്ഡ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ക്യാൻ ബി സോൾവ്ഡ്, സോൾവ് എന്ന് പരിഹരിക്കുക എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണിത്. ഓക്കെ, ക്യാൻ ബി സോൾവ്ഡ്, സോൾവ്ഡ്. അപ്പോൾ ക്യാൻ ബി സോൾവ്ഡ് ഈസിലി, അത് എളുപ്പം പരിഹരിക്കപ്പെട്ടേക്കാം. അപ്പോൾ ആരാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ല. ഇതൊരു പാസീവ് ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാൻ ബി സോൾവ്ഡ്, ദാറ്റ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ഈസിലി, ആ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കപ്പെട്ടേക്കാം. ഓക്കെ, വി ആർ നോട്ട് ഷുവർ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് സെൻറ്റൻസ്, ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ്, അത് ഡേഞ്ചറസ് ആയേക്കാം, അത് അപകടകരമായേക്കാം. ഓക്കെ, ഓർ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഡ്രൈവ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്നത് അപകടകരമായേക്കാം. ഓക്കെ, ഓർ ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഡ്രൈവ് ഇൻ ദ ഹെവി റെയിൻ, ശക്തമായ മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യുന്നത് അപകടമായേക്കാം. അപ്പോൾ ഇതൊരു ചെറിയൊരു സെൻറ്റൻസ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്താം. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ, അത് വളരെ സഹായകരമായേക്കാം. ഇറ്റ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഓർക്കുക, ജനറൽ എബിലിറ്റി, പെർമിഷൻ, പോസിബിലിറ്റി, ഇത് പറയാനാണ് നമ്മൾ ക്യാനും ഉപയോഗിക്കുന്നത്. 3 ഉപയോഗങ്ങളുണ്ട്. ഇനിയും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഉപയോഗങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് ആദ്യം ഈ ബേസിക് ആയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അടുത്ത വീഡിയോയും കൂടി നിങ്ങൾ കാണണം. കുറച്ചുകൂടി നല്ല യൂസ്ഫുള്ളായ, നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുള്ളായ കുറച്ച് എക്സ്പ്രഷൻസ് ക്യാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കും സ്റ്റെപ്പ് 22-ൽ.
അപ്പോൾ ആ വീഡിയോയും നിങ്ങൾ കാണണം. ഓക്കെ ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം, ഈ ജനറൽ എബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നീ കല്യാണത്തിന് വരുമോ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കല്യാണത്തിന് വിളിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അവർ പറയണം എനിക്ക് നിൻ്റെ കല്യാണത്തിന് വരാൻ കഴിയില്ല, അയ്യോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുമ്പം ഐ കാൺ കം ടു ദ വെഡിങ് എന്ന് പറയുന്നത് അല്പം റൂഡാണ്. മനസ്സിലായി? ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിൽ എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പം ക്യാനിനെക്കാട്ടിലും നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡ് ഉണ്ട്. അപ്പോൾ അതും എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകമായിട്ട് കാണണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ബൈ.